دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك محمد زينة الدنيا وبهجتنا محمد كاشف الأمة والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്ദരായ യോഗത്തിന്റെ അധ്യക്ഷനും ഞാൻ ഇവിടെ വരാൻ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കാരണക്കാരനും സ്നേഹ സമ്മർദ്ദങ്ങളേറെ ചൊലുത്തുകയും ചെയ്ത ഉസ്താദ് മുസ്തഫ ബാക്കവി ഊരകം, നമ്മുടെ ജിദ്ദ ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകൾ, ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എന്റെ സ്നേഹഭാജനം സ്റ്റേറ്റ് വിക്കായിയുടെ ചെയർമാൻ ഹബീബ് ഫൈസി കോട്ടോപ്പാടം, ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച പാലക്കാട് ജില്ലയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അൽബദർ ഹജ്ജ് ആൻഡ് ഉംറ സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ CP അബൂബക്കർ ദാരിമി ഉസ്താദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച എന്റെ ഭൂതകാല സ്മരണകളിൽ ഒരു ഓർമ്മയായി നിൽക്കുന്ന, ഇവിടെ പറഞ്ഞാലുള്ള എഴുതിയാൾ ഒന്നാണ് എനിക്കറിയില്ല കേട്ടോ, ദിൽഷാദ് ജാഫർ വാഫി സാഹിബ്, വേദിയിലിരിക്കുന്ന അബൂബക്കർ ദാരിമി ഉസ്താദ്, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ബഹുമാന്യരായ സഹോദരന്മാരെ, എന്റെ പ്രിയ സുഹൃത്ത് ശിഹാബ് കൊല്ലം അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, മദീനത്തെ പള്ളിയിൽ എല്ലാ സുബഹി നമസ്കാരവും കഴിഞ്ഞ് ഒരു സഹാബി വര്യൻ നേരത്തെ എഴുന്നേറ്റ് പോകുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. 3 ദിവസവും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ ഒബ്സർവ് ചെയ്തു. മുണ്ടമ്പുറം നോക്കുകയാണ്, പണ്ടത്തെ മൈരിന്നെയാണോ, രാമുഖം എന്തായാലും ആവശ്യമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാറാണ്. മുണ്ടമ്പുറ നമ്മുടെ പഴയ കവിയൊക്കെയാണ്. കവിത ഒക്കെ ഇവിടെ വന്നപ്പോ ഈ പ്രവാസ ലോകത്തിൽ ഉരുകിത്തീർന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോ 3 ദിവസവും ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നത്? നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ചില ആളുകൾ അങ്ങനെ, നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് ഇപ്പൊ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 4-ാമത്തെ ദിവസം ത്വഹ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി, എന്താ അള്ളാഹുവിനോടൊന്നും പറയാനില്ലേ? പടച്ച തമ്പുരാനോട് നിന്റെ ബേജാറുകളൊന്നും ബോധിപ്പിക്കാനില്ലേ? എന്താ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് എന്താ? അപ്പോഴാ സഹാബി വര്യൻ പറഞ്ഞത് നിങ്ങളൊക്കെ മുമ്പും കേട്ടിട്ടുണ്ടാകാം. ഞാൻ ആ വിഷയമല്ല ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞുവല്ലോ നബിയെ, ഞാൻ എങ്ങനെയാ അങ്ങയോടത് പറയുക? അതല്പം ലജ്ജയുള്ള കാര്യമാണ് നബിയെ. ത്വഹ റസൂലുള്ളാഹിയുടെ നിർബന്ധത്തിന് വിധേയനായപ്പോൾ അവർ പറഞ്ഞു, ഇത് ഈത്തപൂത്ത കാലമാണല്ലോ, ചൂടുകാലമാണല്ലോ നബിയെ. രാക്കാറ്റ് വീശുമ്പോൾ ഈ പഴങ്ങളിങ്ങനെ വീഴും, പുലർച്ചയ്ക്ക് പഴങ്ങളിങ്ങനെ വീണ് കിടക്കും എന്റെ മുറ്റത്തേക്ക്. തൊട്ടടുത്ത വീട്ടിലെ ഒരാളുടെ ഈത്തപ്പനയിൽ നിന്ന് പഴങ്ങൾ വീഴാറുണ്ട് നബിയെ. ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് വൈകിപ്പോയപ്പോൾ എന്റെ 2 കുട്ടികൾ ആ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യവന്റെ ഹക്ക് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. ഞാൻ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളത് കഴിക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ
എന്റെ മൂത്ത കുട്ടി അത് ഉപേക്ഷിച്ചു, പക്ഷെ എന്റെ ചെറിയ കുട്ടി ആ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നു നബിയെ. ഞാൻ അവന്റെ വായിലേക്ക് എന്റെ വിരല് കടത്തി അത് പുറത്തേക്കിട്ടപ്പോൾ അവൻ നെഞ്ചുപൊട്ടി പറഞ്ഞത് എന്നെ വല്ലാതെ സങ്കടത്തിലാക്കി നബിയെ. ഉപ്പാ, ഞാൻ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല, ഒരീത്തപ്പഴമെങ്കിലും ഞാനൊന്ന് കഴിച്ചോട്ടെ എന്നെന്റെ കുഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി നബിയെ. അതുകൊണ്ട് ആ ദുഃഖത്തിന്റെയും വേദനയുടെയും മുന്നിൽ ഹക്കും ബാത്തിലും തമ്മിൽ ഇടകലരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നബിയെ. നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കിരുന്നാൽ, ഔറാദുകൾക്കിരുന്നാൽ ഞാൻ ഇത്തിരി നേരം വൈകിയാൽ എന്റെ മക്കൾ അതെടുത്ത് കഴിക്കും നബി. അതുകൊണ്ട് എല്ലാ സുബഹി കഴിഞ്ഞും ഞാൻ നേരത്തെ പോയി അത് പതുക്കെ അവർ ഉണരുന്നതിന് മുമ്പേ എടുത്ത് അപ്പുറത്തേക്കിടാനാണ് ഞാൻ നേരത്തെ പോകുന്നതെന്ന് ത്വഹ റസൂലുള്ളാഹിയോട് ആ സഹാബിവര്യൻ പറഞ്ഞപ്പോൾ പുണ്യ നബിക്ക് പോലും സങ്കടമായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. ആ മനുഷ്യനെ വരുത്തി, തൊട്ട അയൽവാസിയായ മനുഷ്യൻ. അയാളൊരു മുനാഫിക്കായിരുന്നു. മുസ്ലിമാണ്, പക്ഷെ അയാൾ മുനാഫിക്കാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞ മുസ്ലിം തന്നെയാണ്, പക്ഷെ അത് മുഅ്മിനാകില്ല ചിലപ്പോ. അതാണ് പുണ്യനബിയുടെ കൂടെ മദീനത്തെ പള്ളിയിൽ പ്രവാചകരുടെ പിന്നിലെ സൊഫിൽ നിസ്കരിച്ചിട്ടുണ്ട് മുനാഫിക്കീങ്ങളായ മുസ്ലിങ്ങൾ. പക്ഷെ അവർ ഫി ദർക്കിൽ അസ്ഫൽ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ. പ്രത്യക്ഷ ശത്രുവിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടത് ഉള്ളിലെ ശത്രുക്കളെ ആയിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിന്റെ നീണ്ട 14 നൂറ്റാണ്ടിന്റെ ഗതകാല സ്മരണകളിൽ എപ്പോഴും അത്തരം ഉള്ളിലെ ശത്രുക്കൾ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ആ മനുഷ്യൻ വന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളായി ഈത്തപ്പനമരം നിങ്ങളുടെ തൊട്ടയടുത്ത വീട്ടിലെ ആ മുസ്ലിം മുഅ്മിനായ മനുഷ്യന് നിങ്ങൾ കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം തരാം എന്ന് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത്? ബഷീർ വൈസി പറയുന്നതല്ല. സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം ഞാൻ തരാമെന്ന് പറയാനുള്ള യോഗ്യതയുള്ള പുണ്യനബി പറഞ്ഞപ്പോൾ ആ മുനാഫിക്ക് പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, ഞാനത് കൊടുക്കില്ല നബിയെ. അത് നല്ല ഈത്തപ്പഴം ഉണ്ടാകുന്നതല്ലേ, അതങ്ങേക്ക് അദ്ദേഹത്തിന് കൊടുത്താൽ എനിക്ക് നഷ്ടമാകില്ലേ നബിയെ? കണ്ടോ ഒരു മുനാഫിക്കിന്റെ മനസ്സ്. സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട. പുണ്യനബി സദസ്സിലുണ്ടെന്ന് സങ്കല്പിക്കുക. യാ അല്ലാ, നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്ന ഒരു കാര്യം ചെയ്താൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പന തരാം. നിങ്ങൾ മക്കയിൽ വാ, എന്നിട്ട് ഹജ്ജാജിമാർക്കൊന്ന് സേവനം ചെയ്യ്, സ്വർഗത്തിൽ ഒരു പന തരാം എന്ന് പറഞ്ഞാൽ വേണ്ടെന്നാരെങ്കിലും പറയോ ഹബീബിങ്ങളെ? ഉണ്ടാത്ത് ഇല്ല. ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. ആ വാർത്ത മദീനയിൽ പരന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന ഓഫർ ചെയ്തതും മുനാഫിഖായ മനുഷ്യൻ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതും മദീനയിൽ വർത്തമാനമായപ്പോ ഒരാൾ ഓടി വരികയാ. മദീനത്തെ പള്ളിയിൽ ത്വഹ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങനെ പറഞ്ഞു ഹബീബേ, സ്വർഗത്തിൽ ഒരു പനമരം തരാമെന്ന് അങ്ങ് ഓഫർ പറഞ്ഞു. യാ റസൂലല്ലാഹ്, ഹബീബ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ്. ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. പുണ്യനബിയുടെ അരികിൽ നിന്ന് ആരാന്നറിയുമോ? ഇസ്ലാമിക ചരിത്രത്തിലെ വിഖ്യാതനായ സഹാബി സയ്യിദുനാ അബൂ ദഹ്ദാ ഇറങ്ങിപ്പോവുകയാണ് ആ മുനാഫിക്കിന്റെ അരികിലേക്ക്. അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, ആ ഈത്തപ്പന മരം നിങ്ങൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ആ മുനാഫിക്ക് ചോദിച്ചു, എന്തു വില തരുമെന്നാ നീ പറയുന്നത് അബൂ ദഹ്ദാ? എന്തു വില തരുമെന്നാ അബൂ ദഹ്ദാ നിങ്ങൾ പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ നിനക്ക് നീ ഉദ്ദേശിക്കുന്നതിന്റെ ഇരട്ടിയുടെ വിലയായി മദീന മസ്ജിദുൽ നബവിയുടെ സമീപമുള്ള എന്റെ ഒരു ഈത്തപ്പനത്തോട്ടമുണ്ട്. ആ തോട്ടം മുഴുവൻ നിനക്ക് ഞാൻ തരാം.
പന എനിക്ക് നീ തരുമോ? അപ്പൊ അദ്ദേഹം മുനാഫിക്ക് ചോദിച്ചു, അബൂദ്ദഹ്ദ ഇൻത മജ്നൂൻ. നമ്മളൊക്കെ ചോദിക്കണോ, ഇൻത മജ്നൂൻ, നീ ഭ്രാന്തനാണോ അബൂദ്ദഹ്ദ? ഒരീത്തപ്പനയ്ക്ക് പകരം ഒരു തോട്ടം മുഴുവൻ തരാമെന്നോ? സഹോദരങ്ങളെ, വിഖായയുടെ പ്രിയപ്പെട്ടവരെ, മദീനയിൽ അറിയപ്പെട്ട തോട്ടമായിരുന്നു അത്. മനോഹരമായ കുളിരുള്ള ശീതളിമയുള്ള തോട്ടം, മനോഹരമായ ജലസേചന സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന തോട്ടം. പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു. മദീനയുടെ സായാഹ്നങ്ങളിൽ അവിടെ പലരും പോയി ഇരിക്കാറുണ്ട്. ഈ തയോലകളിൽ തിത്തിരി പക്ഷികൾ പാട്ടുപാടുന്നതും നോക്കി അവിടെ സായാഹ്നങ്ങളിൽ കവിത കുറിക്കാൻ ഇരുന്നിരുന്നു ആളുകൾ. അത്ര മനോഹരമായി, ആരും കൊതിച്ചു പോകുന്ന തോട്ടം. അതുകൊണ്ടാണ് ആ മുനാഫിക്ക് പറഞ്ഞത്, നീ മജ്നൂനാണോ, ഭ്രാന്ത് പിടിച്ചോ? അബൂദ്ദഹ്ദ പറഞ്ഞു, അല്ല, നീ ആ പനമരം എനിക്ക് തരുകയാണെങ്കിൽ എന്റെ തോട്ടം മൊത്തമായി ഞാൻ നിനക്ക് നൽകാം. സമ്മതിച്ചു, കരാർ ഒപ്പിട്ടു. പ്രിയപ്പെട്ടവരെ, ഈത്തപ്പനമരം അദ്ദേഹം ഒരു തോട്ടത്തിനു പകരമായി വാങ്ങി. എന്നിട്ട് ആ മുസ്ലിമായ സഹോദരന്റെ അരികിൽ പോയി പറഞ്ഞു, ഹബീബേ, ഇനി നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞു വേഗം പോകണ്ട. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാതെ വേഗം പോകണ്ട. നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഹറാമ് തിന്നുമെന്ന ഭയം വേണ്ട. ഇതെന്റെ മിൽക്കിലാണ് പന, ഞാൻ നിങ്ങൾക്കത് ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് അബൂദ്ദഹ്ദ. പിന്നെ അദ്ദേഹം മദീന മസ്ജിദുൻ നബവിയിൽ ഓടിയെത്തി തിരുദൂതരുടെ മുന്നിൽ എത്തുകയാണ്. അതേ പ്രസന്ന വദനനായി അബൂദ്ദഹ്ദ വരുന്നത് നോക്കി പുഞ്ചിരിക്കുകയാണ് മുസ്തഫായ നബി. അദൃശ്യമായതെന്തോ കണ്ട ചേലിൽ പുണ്യനബിയുടെ മുഖകമലങ്ങളിൽ ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ വിടരുന്ന റൈഹാൻ പൂവിതൽ പോലെ പാതി വിടർന്നൊരു പുഞ്ചിരി പൂത്തുനിന്നു മുസ്തഫാന്റെ മുഖകമലങ്ങളിൽ. ചോദിച്ചു, അബൂദ്ദഹ്ദ, കച്ചവടം ചെയ്തു അല്ലേ അബൂദ്ദഹ്ദ? മുത്തുനബി അറിഞ്ഞിരുന്നു അത്. ഹോട്ട്മെയിലിലൂടെ മുത്തുനബി അറിഞ്ഞിരുന്നു അത്. അബൂദ്ദഹ്ദ വന്ന് പറയുന്നുണ്ട്, നബിയേ, ആ പനമരം എനിക്ക് കിട്ടൂലേ നബിയേ? സ്വർഗത്തിലെ പന എനിക്ക് തരൂലേ നബിയേ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇല്ല അബൂദ്ദഹ്ദ, ഇല്ല അബൂദ്ദഹ്ദ, ആ ഒരു പനമരം നിനക്കില്ല അബൂദ്ദഹ്ദ. പകരം നീ ചെയ്ത ആ സ്വാലിഹായ അമലിന് പകരം സ്വർഗത്തിലെ ഒരു താഴ്വാരം മുഴുവൻ, ഒരു തോട്ടം മുഴുവൻ നിനക്കാണ് അബൂദ്ദഹ്ദ. എന്റെ മുന്നിൽ വന്ന് ജിബ്രീൽ പറഞ്ഞു, അബൂദ്ദഹ്ദ, ഇന്ന് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ ഒരു പനക്ക് പകരം ദുനിയാവിലെ ഒരു തോട്ടം നൽകിയ അബൂദ്ദഹ്ദായിന് സ്വർഗീയ ആരാമങ്ങളിൽ കുണുങ്ങിയൊഴുകുന്ന അരുവികളുള്ള ഒരു തോട്ടം മുഴുവൻ, ഒരു താഴ്വാരം മുഴുവൻ അബൂദ്ദഹ്ദ നിനക്കാണെന്ന് റസൂലുള്ളാഹി. തീരുന്നില്ല. അബൂദ്ദഹ്ദ ഇറങ്ങി ഓടി സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു തുളുമ്പിയിട്ട്. ആ തോട്ടത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന്റെ വീടും കുടുംബവും. തോട്ടത്തിന്റെ ഗേറ്റിൽ നിന്നുകൊണ്ട് അബൂദ്ദഹ്ദ വിളിച്ചു പറഞ്ഞു, ഉമ്മദ്ദഹ്ദ. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പറഞ്ഞു, പാത്രമെടുത്തോളൂ ഉമ്മദ്ദഹ്ദ, കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കിക്കോളൂ ഉമ്മദ്ദഹ്ദ. തിരിച്ചൊരു മറുപടിയില്ലാതെ, എന്തിനെന്ന ചോദ്യമില്ലാതെ, വർത്തമാനകാലത്തെ ഭർത്താവിന്റെ മുന്നിൽ സംശയങ്ങളുടെ ചോദ്യശരങ്ങൾ എറിയുന്ന ഭാര്യയല്ല ഉമ്മുദ്ദഹ്ദ. കിട്ടാവുന്ന സാധനം, സ്വകാര്യ സാധനങ്ങൾ എടുത്തു കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അബൂദ്ദഹ്ദായിനോട് ചോദിച്ചു, വീട്ടിൽ കയറുന്നില്ലേ അബൂദ്ദഹ്ദ? ഇല്ല ഉമ്മുദ്ദഹ്ദ, ഇത് നമ്മുടെ തോട്ടമല്ല, ആ വീടോ നമ്മുടെ വീടല്ല ഉമ്മുദ്ദഹ്ദ, ഞാനത് കച്ചവടം ചെയ്തു പോയി ഉമ്മുദ്ദഹ്ദ. റസൂലുള്ളാന്റെ ഓഫറും പുണ്യനബിയുടെ വർത്തമാനങ്ങളും ഉമ്മുദ്ദഹ്ദായിനോട് പറഞ്ഞു കൊടുത്തപ്പോ ആ പെണ്ണ് പ്രതികരിച്ചത് എന്താണെന്നറിയോ? അബൂദ്ദഹ്ദ,
ഇതെന്തോ ഒരു ബിസിനസ്സാണ്, ഇതെന്തോ ഒരു കച്ചവടമാണ്, ഇതെന്തോ ഒരു ലാഭമുള്ള കച്ചവടമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ലാഭകരമായ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അള്ളാഹുവിന്റെ ചോദ്യമാ. തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ, വറസൂലിഹി, അവന്റെ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കൂ, വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിലേർപ്പെടണമേ. അതാണ് ലാഭകരമായ കച്ചവടമെന്ന്. എങ്കിൽ ദാലികും ഖൈറുൽ ലക്കും, അതാണ് ഭൗതികമായ സകലമാന വിഭവത്തെക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠമായത്. പരിശുദ്ധ ഖുർആൻ. ഹബീബിങ്ങളെ, നമ്മോട് അങ്ങനെ ഒരു തോട്ടം ചോദിച്ചാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു തോട്ടം ഉണ്ടാവില്ല. നോക്കൂ, ഒരു മനുഷ്യനൊരു സേവനം ചെയ്തപ്പോ, ഒരു സഹായം ചെയ്തപ്പോ, സത്താകാശ ലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ഹളറത്ത് ജിബ്രീൽ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം നൽകി, സ്വർഗത്തിലെ ഒരു തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകാം. ലാഭകരമായ ഒരു ബിസിനസ്സിലേക്കാണ് വിഖായ ഇറങ്ങാൻ പോകുന്നത്. അത് ജിദ്ദ ഷറഫിയയിലെ ബൂഫിയയിൽ കിട്ടുന്ന ലാഭമായിരിക്കില്ല. അത് കഫ്റ്റീരിയയിലും റെസ്റ്റോറന്റുകളിലും അതിന്റെ കഫീലുമാർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ആയിരിക്കില്ല. ഇത് ഞാൻ നിങ്ങളെ തരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. വളരെ മനസ്സ് തുറന്നാണ് ഹബീബ് ഫൈലിയും ഇവിടെ അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവരൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ, സത്യം പറയാൻ പാടില്ലല്ലോ, സത്യം പറഞ്ഞാൽ ഈ കോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. എന്ത് സങ്കടം? സന്തോഷ സമ്മിശ്രമായ ഒരു സങ്കടം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പ്രവാസ ലോകത്തിന്റെ നോവുന്ന വല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നാടിനെ കുറിച്ചുള്ള ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടല്ലേ? ഗൃഹാതുരത്വമായ ഒരു ഓർമ്മകൾ. വീടിന്റെ, നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ, തൃശൂർ ജില്ലയിലെ, കോഴിക്കോട്ടെ, കണ്ണൂരിലെ ഒക്കെ ഗ്രാമവീഥികളിലെ ഹരിതാപമായ ഗ്രാമത്തിന്റെ ശാലീനതയും ഗ്രാമത്തിന്റെ നൈർമല്യവും ഒക്കെ മനസ്സിൽ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കാറില്ലേ ഹബീബിങ്ങളെ? ഈ ഷറഫിയ എന്ന് പറയുന്നത് തിരക്ക് പിടിച്ച വല്ലാത്തൊരു സിറ്റിയാണ് അല്ലേ? ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു നഗരം, ആർക്കും ആരുടെയും വേദന തിരിച്ചറിയാൻ കഴിയാത്തൊരു ലോകം. രാവിലെ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്നു, ഏതോ കുബൂസോ ചപ്പാത്തിയോ ഒക്കെ കഴിച്ചിറങ്ങുന്നു. ഒരു യാന്ത്രികമായ ജീവിതം അല്ലെ? ചാക്രികമായ ഒരു ജീവിതം. ഇന്ന് തന്നെയാണ് നാളെയും, നാളെ തന്നെയാണ് മറ്റന്നാളെയും. ഒരു വ്യത്യസ്തതകളില്ല. കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ. ഇന്നല്ല നാളെ. സംഭവങ്ങൾ, ആളുകൾ, പ്രദേശങ്ങൾ ഒക്കെ വല്ലാത്ത ഒരു രീതിയിൽ നമ്മെ സ്വാധീനം ചെലുത്തുന്ന മാറ്റങ്ങൾക്ക് വിധേയമായി. ഇവിടെ എന്നും കാണുന്നത് ഒരേപോലെ. അപ്പോൾ മനസ്സുപോലും ചടച്ചുപോയ രാപ്പകലുകൾ കടന്നു പോകുമ്പോൾ ഇത്രയേറെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടാണ് വിഖായയുടെ ഈ കോട്ട് നിങ്ങൾ അണിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവെ വലിയ വലിയ അർത്ഥത്തിലുള്ള ബർക്കത്ത് നൽകണേ തമ്പുരാൻ. കേരളത്തിലെ വിഖായ പ്രവർത്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ. വല്ലാത്ത ഒരു മനസ്സാക്ഷി വേണം മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ പ്രവർത്തിക്കാൻ. അതില്ലാത്തവനത് കഴിയില്ല. ഞങ്ങൾക്ക് ഒരു ഹാജിയെ കാണാതായ തെരഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സ് പറയുന്നത് ഞാനിപ്പോ ഈ സദസ്സിൽ നിങ്ങളോട് പറയണില്ല. അല്ല, കുറച്ചങ്ങനെ നടന്ന് ക്ഷീണിച്ച ഈ തന്തക്ക് പോകാൻ കൊണ്ടൊരു നേരം അല്ല, അങ്ങനെ പറയൊന്നുമില്ലെങ്കിലും മനസ്സിൽ ചിലപ്പോഴൊക്കെ ആന്ന് നമ്മളിപ്പോ ഇത്ര കൊല്ലായിട്ട് കാണാത്ത മക്കയൊക്കെ ഇവര് 2 മണിക്കൂർ കൊണ്ട് കാണുകയാണ് നടന്നിട്ട്. അങ്ങനെയൊക്കെ ക്ഷീണിച്ച് ഇവിടെ എത്തിയിട്ട് ചില ആളുകളോടൊക്കെ മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടവരുണ്ട്. എപ്പോഴാണ് മഞ്ചേരിക്ക് ബസ് കിട്ടുക? അല്ല, ഞാൻ ചിരിക്കാൻ വേണ്ടി പറയില്ല. അങ്ങനെ ചോദിക്കുന്ന ആജിമാരെ നിങ്ങൾ കാണും. അതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇവിടെ കേരളത്തിലെ അതിപ്രഗത്ഭമായ ഒരു ട്രാവൽസിന്റെ, ഞാൻ പേര് പറയണില്ല, അതിൽ വന്നൊരു ഡോക്ടർ, കൊടുങ്ങല്ലൂക്കാരൻ, 2-3 കൊല്ലം മുമ്പാണ്. പ്രഗത്ഭനായ ഒരു ഡോക്ടർ അർഫയിൽ വെച്ച് അയാൾക്ക് വല്ലാത്തൊരവസ്ഥയിൽ വഴിമാറിപ്പോയി. ദിവസങ്ങളോളം മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചതല്ലേ.
മലയാളം ന്യൂസൊക്കെ ഫീച്ചറുകൾ എഴുതി അതിനെക്കുറിച്ച്, കേരളത്തിലെ ചാനലുകൾ അതിനെക്കുറിച്ച് ഫ്ലാഷ് ന്യൂസുകൾ നൽകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ അറഫ കഴിഞ്ഞു കിട്ടിയില്ല, അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിൽ കിട്ടിയില്ല, സൗദി റോയൽ പട്ടാളം തെരഞ്ഞു, ഹെലികോപ്റ്ററുകളിൽ പോയി തെരഞ്ഞു, KMCCയുടെയും ആ കാലഘട്ടത്തിലെ സന്നദ്ധ സേവകകളൊക്കെ തെരഞ്ഞു, അയാളെ കിട്ടിയില്ല. പക്ഷെ അയാൾ പിന്നീട് തിരിച്ചു വന്നത് ഒരു പാലത്തിന്റെ അടിയിൽ നിന്നാണ്. 7 ദിവസം അയാൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഞെട്ടി. അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുഴപ്പമില്ലായിരുന്നില്ല. അയാൾ ആ പാലത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു സെക്കൻഡ് നേരം ഇറങ്ങിയാൽ ആരുടെയെങ്കിലും കണ്ണിൽ അയാൾ പെടുമായിരുന്നു. പക്ഷെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള യാത്രയിൽ ഒരു പാലത്തിന്റെ ഇടയിൽ അയാൾ എന്തോ ചിത്തഭ്രമം ബാധിച്ചതുപോലെ ഒതുങ്ങിക്കൂടി. അയാളെ കിട്ടി. പിന്നീട് അയാളുടെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ അയാളെ കൂടാതെ തിരിച്ചു മടങ്ങി നാട്ടിലേക്ക്. യാ അല്ലാഹ്, അത്തരം ഒരു അവസ്ഥകളിൽ നമ്മുടെ ഉമ്മയും വാപ്പയും ഒന്നും ഇവിടെ ഇല്ല. ഉണ്ടാ? നിങ്ങളുടെ ആരെങ്കിലും ഉമ്മയും വാപ്പയും ഇവിടെ ഫാമിലിയായി കഴിയുന്നുണ്ടല്ല? ഇതിൽ എത്ര ആൾക്കാരെ ഉമ്മയും വാപ്പയും മരിച്ചു പോയിട്ടുണ്ട്? ഉമ്മ മരിച്ചവരെന്ന് കൈവന്നിച്ചാണ് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഉപ്പ മരിച്ചവര്, ഉപ്പാരാണ് കൂടുതൽ മരിച്ചത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രണ്ടുപേരും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഹബീബിങ്ങളെ, അത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് സങ്കടവും ഇല്ലേ? ഉമ്മയുടെ മുഖം ഒന്ന് ഓർത്തു നോക്കിയാൽ തന്നെ നമുക്ക് സങ്കടം വരില്ലേ? ഇനി എത്ര ഒരു കാലം കഴിഞ്ഞാക്കി നിങ്ങൾ ഈ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലും കൊച്ചിയിലേക്കും വിമാനം കയറുക. നാട്ടിലെ ഏതോ ഇപ്പൊ സമയം നാട്ടിൽ 1 മണിയായി, ഏതോ മൂലയിൽ ഉമ്മ പുതച്ചു മൂടി കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലേ? നമ്മളെ യാത്രയാക്കിയ ഉമ്മ, നിങ്ങളെ നിങ്ങളാക്കാൻ പാടുപെട്ട ഉമ്മ. അവരിൽ പലരും ഇപ്പൊ ഖബറിന്റെ ഏതോ ഏകാന്തമായ നിശബ്ദതയിലാണ്. അപ്പോ അവരെ ഒന്നും സഹായിക്കാനും അവരെയൊക്കെ ഇങ്ങനെ ഒരു ഹജ്ജിന് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം പലപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 7 വിഭാഗം ആളുകൾ ആ ആളുകൾക്ക് വല്ലാത്ത പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വജല്ല വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഅദ മൗതിഹി, അവന്റെ മരണത്തിന് ശേഷം അവന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ചില നന്മകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഒന്ന് മൻ ബനാ ലില്ലാഹി മസ്ജിദ, ആരെങ്കിലും ഒരാൾ ഒരു പള്ളിയെ നിർമ്മിക്കുകയാണെങ്കിൽ, അത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഔ വറസ മുസ്ഹഫ, ആരെങ്കിലും ഒരു മുസ്ഹഫിനെ അനന്തരമെടുക്കുകയാണെങ്കിൽ, ഒരു മുസ്ഹഫിനെ ഇവിടുന്ന് പോകുമ്പോ നാട്ടിൽ കൊണ്ടുപോയെങ്കിൽ എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. അതുമായി അതിന്റെ അനന്തരാവകാശത്തോട് യോജിച്ച രീതിയിൽ അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും അതിനെ പാരായണം ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് അർത്ഥം. ആരെങ്കിലും ഒരു ഈത്തപ്പന മരം വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു കനാല് കീറുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു ജാരിയായ സദഖ നൽകുകയാണെങ്കിൽ, ഔ ചരക്ക വലത, അല്ലെങ്കിൽ ഒരു മകനെ ആരെങ്കിലും മരണത്തിന് മുമ്പ് ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ, ഈ 7 കാര്യങ്ങളും അവന് ഫീ ഖബരിഹി, അവന് ഖബറിൽ പ്രതിഫലാർഹമാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളൊരു മകനാണ്, എല്ലാവരും ഒരു മകനാണ്. നമ്മുടെ സ്വന്തം ഉമ്മയുടെ കൈ പിടിക്കാൻ ഒരു ഭാഗ്യം ഒരുപക്ഷെ ഹറമിന്റെ മുറ്റത്തുകൂടെ അള്ളാഹു നമുക്ക് ചെയ്തിട്ടില്ലായിരിക്കാം. ഏതോ വിദൂര പദങ്ങളിൽ നിന്ന് 7200 മൈലുകൾക്ക് ഇപ്പുറത്തേക്ക് വന്ന ഒരു പാവം ഉമ്മ, അത് തൃശൂർ ജില്ലയിലെയോ മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു കുഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്ന്, ഒരു പഞ്ചായത്ത് പോലും കാണാത്തൊരു ഉമ്മ ഹറമിന്റെ മുറ്റത്ത് നിങ്ങൾ മിനയിലെത്തുക, മിനയുടെ വിഭ്രാന്തമായ തിരക്കിൽ മഹ്ശറയെ അനുസ്മരിപ്പിക്കുന്ന വല്ലാത്ത ജനപ്രവാഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ വിഖായയുടെ പ്രിയപ്പെട്ടവരെ വിറയാർന്ന കൈകളിൽ കണ്ണുനീർ തുളുമ്പി നിൽക്കുന്ന കണ്ണുകളിൽ നോക്കി നിങ്ങളൊന്ന് പിടിച്ചു നോക്ക്. ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. വലിയ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല അള്ളാഹു സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം. ഒരുപാട് കാലം വലിയ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു ചില സന്ദർഭങ്ങളെ നന്നായി നിരീക്ഷിക്കും. നിങ്ങൾ ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊരാൾക്ക് കൊടുക്കുന്നത്
ഒരുപക്ഷെ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരമായി അള്ളാഹു എഴുതും. അങ്ങനെ എഴുതി തെരുമാറാകട്ടെ. ആരെയും ബോധിപ്പിക്കാനല്ല. ഇവിടെ ഹബീബ് ഫൈസി പറഞ്ഞല്ലോ, നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല. ബോധ്യപ്പെടുത്തലുകളുടെ ആവശ്യം ഒരുപക്ഷെ ഈ കർമ്മത്തിൽ ഇല്ല തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫലങ്ങൾ നിഷ്ഫലമാകാനാണ് സാധ്യത. അള്ളാഹു അത്തരം വിചാരങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ലക്ഷ്യമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവൂ. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. പടച്ചതമ്പുരാനെ, എന്റെ പാപം ഉമ്മച്ചിയെ മിനയുടെ ഈ തിരക്കിനിടയിലൂടെ ഒന്ന് കൈപിടിച്ച് നടക്കാനുള്ള മഹാസൗഭാഗ്യം എനിക്ക് ലഭിക്കാതെ പോയി യാ അല്ലാഹ്. പക്ഷേ എനിക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിലും ഈ തിരക്കിൽ വിഭ്രാന്തിയോടെ നിൽക്കുന്ന ഈ ഉമ്മയുടെ കൈ പിടിച്ചതിന്റെ പ്രതിഫലം എന്റെ ഉമ്മയുടെ ഖബറിലേക്ക് നൽകണേ എന്ന് പുരുഷാരം നിറഞ്ഞു നിൽക്കുന്ന പരാവാരം പോലെ ജനമൊഴുകുമ്പോൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി മിനയുടെ മണ്ണിൽ വെച്ച് നിങ്ങൾ ഒരു വിളി വിളിച്ചാൽ യാ അല്ലാഹ്, അത് നിങ്ങളുടെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചേരും. അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെ കൈ നിങ്ങൾക്ക് പിടിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നൽകും. ഹബീബികളെ, ജനസേവനമാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടി അവിടെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായി നിങ്ങൾ തെറ്റിദ്ധരിക്കണം. ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറയുകയാണ്. പലപ്പോഴും ഇത്തരം അനുഭവങ്ങളിൽ വേദനിക്കുന്നവരുടെ കണ്ണിലെ ഓരോ അവർ കൊണ്ടുപോയി കൊടുക്കുമ്പോ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പൊട്ടിച്ചിതറുന്ന ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാ, ആ കുട്ടിയെ നീ കാക്കണേ റബ്ബേ. വലിയ മലയാളത്തിലൊന്നും പ്രാർത്ഥിക്കാൻ, പ്രാസമൊപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ പാവം ഉമ്മാക്കും ഉപ്പാക്കും കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും നിങ്ങൾ അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് തിരിച്ചു മടങ്ങുമ്പോ അവരുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയുടെ വജ്രായുധ സമാനമായ ശക്തിമതി എന്റെ വിഖായയുടെ പ്രവർത്തകന്മാരെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ശക്തി തരാം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം ഇസ്ലാമിക ചരിത്രത്തിലെ ഖേദകരവും വേദനാജനകവുമായ ഒരു സംഭവമായിരുന്നു. അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുനാഫിക്കീങ്ങളും മുസ്ലിങ്ങളും അടങ്ങുന്ന മുനാഫിക്കീങ്ങളും കാഫിരീങ്ങളും അടങ്ങുന്ന ഒരു സംഘം അവരുടെ വീട് വളഞ്ഞത്. 40 ദിവസം ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം വാതിൽ ചവിട്ടി തുറന്നുള്ളിലേക്ക് കയറി ഈ തപ്പനയുടെ മട്ടൽ കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സിലടിച്ചു. സഹാബാക്കളിൽ വിനീതമായ മനസ്സുണ്ടായിരുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ 2 അരുമക്കിടാങ്ങളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ മഹാമനുഷ്യന്റെ ശിരസ്സിൽ അവരടിച്ചു. എന്നിട്ട് അവരുടെ കൈകളിൽ കൊണ്ടു നടന്നിരുന്ന 3 തവണ വിഷത്തിലൂടെ കട്ടാര കൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പുക്കളിന് താഴെ ആഞ്ഞു കുത്താൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാ, എന്റെ മലിനമായ രക്തം അതിൽ പതിയരുതേ. അള്ളാഹുവിന്റെ കലാമിൽ ഉസ്മാന്റെ രക്തം പതിയരുത് എന്ന് പറഞ്ഞൊന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ദുന്നൂറൈനിയുടെ അടിവയറിന്റെ ഉള്ളിലൂടെ കടാര കയറി ഇറങ്ങി കഴിഞ്ഞിരുന്നു. അത് പൊത്തിപ്പിടിച്ചപ്പോൾ വിരലുകൾക്കിടയിലൂടെ കൊഴുത്ത രക്തം പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങി. തന്റെ ഉത്തരീയമെടുത്തിട്ട് തുടയ്ക്കാൻ ശ്രമിക്കവേ ഖുർആനിന്റെ പേജിൽ ആ രക്തം പുരണ്ട് കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഖേദകരമായ ഓർമ്മയായി ഇന്നും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ മ്യൂസിയത്തിൽ ആ ഖുർആന്റെ പ്രതി ഇരിക്കുന്നുണ്ട്. പൊന്നു ഹബീബിങ്ങളെ, അപ്പോൾ മരണവേദനയിൽ പിടയ്ക്കുന്ന ദുന്നൂറൈനി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലസ്തും തഅലമൂൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? ആരാണ് റൂമ എന്ന കിണർ കുത്തിയിട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്, ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തത്?
ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനല്ലയോ ആ കിണർ കുത്തിയത്, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത് എന്ന് ദുന്നൂറൈനി ഉസ്മാൻ. ഹബീബിങ്ങളെ, നമുക്കതിൽ വലിയൊരു പാഠമുണ്ട്. ഞാനാണ് റൂമ എന്ന കിണർ കുത്തി ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്. അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തവർക്ക് സ്വർഗമുണ്ടെന്ന് പുണ്യനബി പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? ഞാൻ സ്വർഗത്തിന്റെ ആളല്ലേ എന്ന് തെളിയിക്കുകയാണ്. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല. ഞാൻ സ്വർഗത്തിന്റെ ആളാണ്, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? അതായത് ഇതിന്റെ പോണല്ലേ, മുനാഫിക്കങ്ങളായ മുസ്ലിങ്ങളും അതിലുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇപ്പോ കാഫിരികൾ മാത്രമല്ല കൊന്നത്, മുനാഫിക്കങ്ങളായ മുസ്ലിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും കാഫിരികളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായേ? അത് മുസ്ലിങ്ങളായ മുനാഫിക്കുകൾ കൊല്ലാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ഞാൻ സ്വർഗത്തിന്റെ ആളാണെന്ന് പറയാൻ വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു അവർക്ക്? പറയാമായിരുന്നില്ലേ? ഞാൻ അള്ളാന്റെ റസൂലിന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച ആളല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നേ? ഞാൻ നിങ്ങളുടെ ഖലീഫയല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നേ? ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നയാളല്ലേ? ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖബർ കണ്ടാൽ പൊട്ടിക്കരയുന്നയാളല്ലേ? ചോദിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സമ്പത്ത് മുത്ത് നബിക്ക് വേണ്ടി സംഭാവന ചെയ്തയാളല്ലേ? ചോദിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, അതൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ? പക്ഷെ പറഞ്ഞത് ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത ആളല്ലേ, അങ്ങനെ സ്വർഗപ്രവേശനത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചയാളല്ലേ, പിന്നെ എന്തിനാ എന്നെ കൊല്ലുന്നേ എന്നാണ് ദുന്നൂറൈനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ അതൊരു നിസ്സാര കാര്യമല്ല. അതൊരു കൈ പിടിക്കലാകട്ടെ, ഒരു റൂട്ട് മാപ്പ് തിരിച്ചു കൊടുക്കുന്നതാകട്ടെ, ഏതോ വഴിതെറ്റിയ ടെന്റിൽ ഒരു ഉമ്മയെ എത്തിക്കുന്നതാകട്ടെ, അതൊക്കെ ജീവകാരുണ്യം. നിങ്ങൾ നല്ലൊരു നിയ്യത്ത് വെച്ചോളൂ, ഇഖ്ലാസുള്ളൊരു നിയ്യത്ത് വെച്ചോളൂ. പടച്ചവനെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുക. എനിക്ക് പറയാൻ പറ്റിയ ആളൊന്നല്ലെങ്കിലും, നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഉണ്ടല്ലോ പ്രയാസങ്ങളും ദുഃഖങ്ങളും, അള്ളാഹു തീർത്തുമാറാകട്ടെ. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിനോട് കിണപേക്ഷിച്ചിട്ടും ഒരുപാട് നേർച്ചകൾ ചെയ്തിട്ടും ഒരുപാട് മസാറുകൾ സിയാറ ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം ലഭ്യമായിട്ടില്ലെങ്കിൽ അതിലാരും നിരാശപ്പെടുകയൊന്നും വേണ്ട. അള്ളാഹു അക്കാര്യങ്ങളിൽ ഖൈറാണ് വിധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തവസ്സുൽ ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ. എന്റെ മിനയിലെയും മുസ്ദലിഫയിലെയും അറഫയിലെയും സേവനം മുന്നിൽ വെച്ചുകൊണ്ട് യാ അല്ലാഹ് നിന്നോട് പറയുന്നു, നീ നിറവേറ്റി തരണമേ എന്ന്. അബ്സല്യൂട്ട്ലി അള്ളാഹു നിറവേറ്റി തരും. അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പക്ഷെ അതിനുള്ള ഒരു നിയ്യത്ത്, നമ്മുടെ കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കരുത്തില്ല. എന്താ കാര്യം? ഇപ്പൊ സംസം വെള്ളത്തെ കുറിച്ചാ ഞാൻ 10 മിനിറ്റ് കൂടി ഉള്ളു എനിക്ക് വാർത്താ പുസ്തകം പറഞ്ഞ സമയട്ടാ. മൈക്ക നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പറഞ്ഞത്. സ്നേഹത്തിന്റെ കൂടെ പേടിക്കാൻ. ഇവിടെ വെറും പേടിയാ. പേടിച്ച് ആൾക്കാർ പള്ളിക്കന്നെ പോവാതെ അല്ലേ? അള്ളാഹിനെ വെറും പേടിയാ. അള്ളാഹുവിനെ സ്നേഹിക്കൂ ഹബീബിങ്ങളെ. അറഫയും മിനയും മുസ്ദലിഫയും പ്രണയത്തിന്റെ രസതന്ത്രം ഉണ്ടായ നാടാ, സ്ഥലമാണ്. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വരാം. അപ്പൊ എന്താ പറഞ്ഞത്? മൈക്കോ നന്നാക്കണല്ല കേട്ടാ, അത് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾ ദ്വാരക്ക് എല്ലാം ഹൈറാവും. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളെല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാം. ഈ ഞാൻ ഈണവും രാഗമൊക്കെ ഒന്ന് കുറച്ചത് നിങ്ങൾ ചിലപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വാട്സപ്പിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കുറച്ചെന്താ പറയുക, ഇതൊരു ഹൃദയം തുറന്ന് സത്യസന്ധമായിട്ടുള്ള സംസാരമാണ്. അതുകൊണ്ടൊക്കെ കുറച്ചതാണ്. കൈ ഇങ്ങനെ പിടിക്കുക എല്ലാവരും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയണോ? ഒരാമീൻ പറഞ്ഞാൽ എല്ലാവരും ഉറക്ക പറയുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. കണ്ടാ
ഭയങ്കര ശ്രദ്ധ മനസ്സിലായില്ല. ചിലർക്ക് കത്തിയിട്ടല്ല എന്താ ഉണ്ടായത്. സൈക്കോളജി. ഇതാണ് പ്രസംഗം എന്ന് പറഞ്ഞ മനസ്സിലായോ? തരിപ്പിക്കലാണ് 2 മണിക്കൂർ. ചിലർക്ക് ഇപ്പോഴും കത്തിയിട്ടില്ല എന്താ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ഇവിടെ വേണം. കോൺഷ്യസ് മൈൻഡ് ഉണ്ടാകണം, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടാകണം, സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് 3 ഉണ്ടാവും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ തർബിയത്തിൽ നിന്നുള്ള. അത് വേറെ വിഷയമാണ്. സുഹബത്ത് കൊണ്ടാണ്, സാന്നിധ്യം കൊണ്ടാണ് ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ടുകളിലും ആളുകൾ നന്നായിട്ട് പ്രസംഗിച്ചിട്ടൊന്നും ദുനിയാവിൽ ആരും നന്നായിട്ടില്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഒരു നോട്ടം നോക്കിയപ്പോ, അല്ല, ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീർ, ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ്, ഒരു നോട്ടം കൊണ്ട് 1,00,000 ആളുകളെ മുസ്ലിമാക്കി. 100 കണക്കിന് പ്രഭാഷണം നടന്നിട്ട് പോലും ഇവിടെ എത്ര ആൾക്കാരെ മുസ്ലിമാണ്? നമ്മുടെ ഇബാദ് മുസ്ലിമാക്കിണ്ട് കേട്ടോ, അല്ലേ അബി വൈസേ? അത് പ്രസംഗിച്ചിട്ടൊന്നല്ല കേട്ടാ. നിങ്ങൾ ദ്വയരൊക്കെ അവർക്ക് വേണ്ടി അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. പിന്നെ പ്രസംഗിക്കാൻ ഇതിലേക്ക് ഇനി ആരും വിളിക്കണ്ടെന്ന് പറയുന്നതല്ല, നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചില കോൺസെപ്റ്റുകൾ എന്തായാലും നിങ്ങൾക്കൊന്ന് അവതരിപ്പിക്കണം. ഇനി ഒരുപക്ഷെ 2ാമത് എന്നെ വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടിച്ചു വിടുകയാണ്. കാരണം എന്താണെന്നറിയോ ഹബീബെ, ഇത് ഇഖ്ലാസോടെ പറഞ്ഞ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാവും, ഉറപ്പാണ് ആ കാര്യത്തിൽ. അതാണ് സമസ്തയുടെ എക്കാലത്തെയും വലിയ വിജയം. നമുക്ക് തിരിച്ചു പോകാം. എന്താ ഞാൻ പറഞ്ഞത്? മിനയിൽ നിങ്ങൾ ദുആ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. മാഉ സംസം ലിമ ശുരിബല, സംസം വെള്ളം എല്ലാത്തിനും പറ്റുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ക്യാൻസർ മാറാൻ കുടിച്ചിട്ട് കുറെ ആൾക്കാരെ ക്യാൻസർ മാറിയിട്ടില്ല. മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. അപ്പൊ സംസം വെള്ളത്തിന് മഹത്വം ഇല്ലാഞ്ഞിട്ടാണോ? പുണ്യ നബി പറഞ്ഞതാണ്, അത് എന്തിനു വേണ്ടി കുടിച്ചോ അതിനുള്ളതാണ്. അത് കുടിക്കുന്നവന്റെ അവന്റെ വല്ലാത്ത ഒരു വികാരവും അവന്റെ ആത്മാർത്ഥതയും അള്ളാഹു ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഉത്തരം കിട്ടും. കിട്ടിയവരുണ്ട്. നമുക്ക് അള്ളാഹു ഉത്തരം തരട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളായി ഈ നഗരവീതിയിൽ, ഈ പ്രദേശത്ത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന JIC അല്ലെ, ജിദ്ദ ഇസ്ലാമിക് സെന്റർ, JIC, അതിന്റെ കീഴിൽ വിഖായ എന്ന കുപ്പായം ഇട്ടിട്ട് കൊണ്ടാണ് നിങ്ങൾ അവിടെ ഇറങ്ങുന്നത്. നിങ്ങളെ നിരീക്ഷിക്കാൻ ആളുകൾ വേറെയും ഉണ്ടാകും. ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോഴൊക്കെ ചില കാക്കാമാരുടെ ചോദ്യങ്ങൾ കേട്ടാണ്ടല്ല, നമ്മൾ അവരെ പൈസ വാങ്ങിയിട്ട് അവരെ നോക്കണ മാതിരിയായിരിക്കും. ചിലപ്പോ ചില ആജ്യമാര് വിശന്നാല് ചിലപ്പോ ഡയലോഗ് മാറും. നമ്മളത് സ്ഥിരം അനുഭവിക്കണത്. വിശപ്പൊരു മനുഷ്യനുണ്ടായണ്ടല്ലോ, വാക്കുകളൊക്കെ നിയന്ത്രണം വിട്ടു. അപ്പൊ അപ്പോഴൊക്കെ നിങ്ങൾ പല്ലി റിമ്മി പിടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ക്ഷമിക്കണം. അള്ളാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്തൊരു മണ്ണാണ് മിന, അല്ലേ? ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഓർമ്മകൾ ഉണരുന്ന മണ്ണാണ്. ആ മലനിരകൾക്ക്, ആ ഗിരിശൃംഗങ്ങൾക്കൊരു നാവുണ്ടായിരുന്നുവെങ്കിൽ അവർ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു സമർപ്പണത്തിന്റെ ആ വലിയ കഥയെ കുറിച്ച്. ഇസ്മായിൽ, ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥയാണിത്. ഇസ്മായിലിനെ കിടത്തിയിട്ട് എങ്ങനെയാണ് ഒരു പിതാവ് കത്തിവെക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മക്കളില്ലേ? പേരക്കുട്ടികളുള്ളവർ പോലും ഇതിലുണ്ട് ഇല്ലേ? ആ റോസാദളം പോലെയുള്ള ചുണ്ട് പുലർത്തിയ പൊന്നുമൻ പറഞ്ഞില്ലേ, അപ്പച്ചി എന്റെ ഷർട്ട് കൊണ്ടുപോയി ഉമ്മച്ചിക്ക് കൊടുക്കണം, ഇത് ഇട്ടിട്ട് തന്നെ അറുക്കല്ലേ വാപ്പ, കാരണം ഇതിൽ രക്തം പുരണ്ട എന്റെ ഉമ്മച്ചിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഒരു മകന്റെ സമർപ്പണ ബോധം. എന്നെ കമഴ്ത്തിക്കിടത്തു വാപ്പ, എന്നെ മലർത്തിക്കിടത്തി അറുക്കുമ്പോ എന്റെ ചുണ്ടിങ്ങനെ വിതുമ്പിയാൽ നിങ്ങൾക്ക് ചിലപ്പോ വിഷമം വരും വാപ്പ എന്ന് പറഞ്ഞ് കമഴ്ത്തി കിടത്തിയില്ലേ മകന് ഖലീലുല്ലാഹി ഇബ്രാഹിം. അള്ളാഹു വേണോ ഭൗതിക പ്രമത്തത വേണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഖലീൽ തെരഞ്ഞെടുത്തത് ഭൗതികതയുടെ അടയാളമായ സന്താനത്തെ വേണ്ട എന്നായിരുന്നു. അല്ലേ? അംവാലും സന്താനങ്ങളും ദുനിയാവിന്റെ സൗന്ദര്യമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ലില്ലാഹിക്ക് വേണ്ടി കത്തിയെടുത്തു ഖലീലുല്ലാഹി ഇബ്രാഹിം. ഭൗതിക പ്രമത്തത മാടി വിളിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുള്ള ഒരു നഗരത്തിൽ നിന്നാണ് അള്ളാഹുവിന് സമർപ്പിച്ച മിനയുടെ താഴ്വാരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്. വിഖായയുടെ ഈ കോട്ടിട്ടുകൊണ്ട് ഒരിക്കലും മനസ്സ് വിടാതിരിക്കുക.
ക്ഷമ കൈവടിയാതിരിക്കുക, അള്ളാഹുവിൽ സമർപ്പിക്കുക. ഒരു ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു ഓഫർ ചെയ്യും. നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഹബീബിങ്ങളെ, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതായി. ഇങ്ങനെയൊക്കെ കുറെ നല്ല കാര്യങ്ങൾ. നിങ്ങൾ കുറെ കൊല്ലം ജിദ്ദയിൽ ജോലി ചെയ്യുന്നു, 10-30 കൊല്ലം. പിന്നെ ഇവിടെ തിരിച്ചു പോകുമ്പോ കുറച്ച് കഷണ്ടി കിട്ടും, പിന്നെ കുറച്ച് രോഗങ്ങൾ കിട്ടും. നിങ്ങളവിടെ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞു നിങ്ങൾക്കൊരു 80 വയസ്സായി എന്ന് കരുതുക. അള്ളാഹു കാക്കട്ടെ. 80 വയസ്സായിന് കാക്കട്ടെ എന്നല്ല, 80 വയസ്സായാൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. വീടിന്റെ സ്വിച്ച് ഔട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കും. മകനും മരുമകളും ഇറങ്ങിപ്പോവും. ആരുടെ? ഈ ഇരിക്കുന്നവരുടെ. ഇപ്പൊക്കെ ഹോഴ്സ് പീരിയഡിലങ്ങൾ ഇരിക്കുന്നത്, കുതിരപ്രായം എല്ലാവർക്കും. ഇറങ്ങിപ്പോകുമ്പോ വാപ്പ ചിലപ്പോ ചോദിക്കും, എങ്ങോട്ടാ? മകൻ മിണ്ടില്ല. എങ്ങോട്ടാ? മിണ്ടില്ല. 3ാമത്തെ തവണ ചോദിച്ച, തന്റെ നിങ്ങളെന്തിനതൊക്കെ അന്വേഷിക്കണ്? ആരോട്? 2013-ലും 14-ലും 15-ലും വീടും നാട്ടും ഉപേക്ഷിച്ച് ജിദ്ദയുടെ ഈ ഷറഫിയയിലെ ബൂഫിയകളിലും കഫ്റ്റീരിയകളിലും റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും മറ്റോഫീസുകളിലും ഒക്കെ ജോലി ചെയ്ത നിങ്ങളോട് മകം പറയാൻ. അതാ ഞാൻ പറഞ്ഞ അള്ളാഹു കാക്കട്ടെ. നന്മകൾ ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കിയ സൗദം പോലും നമ്മുടെ ആകില്ല. മനഃശാസ്ത്രന്മാർ പറയാണ്, മനുഷ്യന് 3 പീരിയഡ് ഉണ്ട്. ഫസ്റ്റ് പീരിയഡ് ഹോസ് പീരിയഡ് എന്ന കുതിരപ്രായം. ഇതിലുള്ള കുറെ ആൾക്കാരൊക്കെ കുതിരപ്രായ. അല്ല, കുപ്പായിട്ടവരൊക്കെ കുതിരപ്രായക്കാരെന്ന് പറയാൻ പറ്റില്ല. കാരണം മൂപ്പരൊക്കെ വയസ്സായിട്ട് എന്തൊരു ആവേശമാണല്ലേ. അള്ളാഹു വലിയ ആഫിയത്ത് കൊടുക്കട്ടെ. കുറെ വയസ്സായവരുണ്ട്. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു 30 വയസ്സിന്റെയും 18 വയസ്സിന്റെ ഇടയിലുള്ള ഒരു പീരിയഡാണ് ഹോസ് പീരിയഡ്. എന്തും ചെയ്യാൻ കഴിയുന്ന, അല്ലെ? നെക്സ്റ്റ് ഒരു പീരിയഡ് വരാൻ പോകുന്നുണ്ട്, ഡോങ്കി പീരിയഡ്. അതിനെ കുറിച്ച് പറഞ്ഞു. വാട്ട്സ് ദ മീനിങ് ഓഫ് ഡോങ്കി? കഴുതപ്രായം. എന്താ അങ്ങനെ പറയാൻ? കഴുതയായി എന്നല്ല. ഈ ഉത്തരേന്ത്യയിലൊക്കെ ഹിമസാനുക്കൾക്ക് മുകളിലൂടെ ട്രക്കുകളൊന്നും കയറി പോകാത്തയിടത്തേക്ക് ഭാരം ചുമന്ന് കൊണ്ടുപോകുന്ന കഴുതകളാ. 30 വയസ്സായ പിന്നെ നമ്മളും കഴുതയായി. കല്യാണം കഴിച്ചാൽ തന്നെ കാലി കിട്ടി. ഇപ്പൊ എന്തൊക്കെ ടെൻഷൻസിന്റെ കീഴിൽ ഞങ്ങൾ ഇരിക്കണത്. ഭാര്യയുടെ ഫോണിൽ രാത്രി മഗ്‌രിബിന്റെ ശേഷം വന്നിട്ടുണ്ടാവും. ആ ടെൻഷൻ ചിലരുടെ മുഖത്ത് എപ്പോഴും കാണാൻ പറ്റും, ഇല്ലേ? അപ്പോഴത്തേനാണ് വാപ്പക്ക് ഡിസ്കിന് കംപ്ലൈന്റ്. ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടമാണ് 30 മുതൽ ഒരു 60 വരെയുള്ള ഒരു കാലം. അള്ളാഹു പ്രയാസം തീർത്തു തീരുമാനമാണ്. 60 മുതൽ 100ന്റെ ഇടയിലുള്ള കാലം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് അവര് പറഞ്ഞു ടോപ്പ് പീരീഡ് എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? നായപ്രായം എന്നാ പറഞ്ഞു. എന്താ കാരണം? നായയുടെ ജോലി കാവൽ നിൽക്കുക എന്നുള്ളതാണ്. പടച്ചവനെ, അങ്ങനത്തെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ റബ്ബേ. വീടിന്റെ മുന്നിൽ ഇപ്പൊ ഞാൻ ചാവക്കാടൊക്കെ വീട്ടിലെ മനോഹരമായ കൂടിന്റെ മുന്നിൽ അൽസേഷ്യന്മാർ, പെമേറിയന്മാർ, ഡോബർമാൻമാർ ഇങ്ങനെ കാവൽ കിടക്കുക. ഈ നായന്റെ വിചാരം എന്താണെന്നറിയ നിങ്ങക്ക്? ഞാനാണ് ഈ വീടിന്റെ ആള്. അതല്ലോ ഗേറ്റിൽ ആള് വന്നപ്പോ അങ്ങനെ ചാടിക്കരയാണ്. എന്തുട്ട് അധികാരം അവനക്കുള്ളത്? ഒന്നുമില്ല. 80 വയസ്സ് കഴിഞ്ഞാൽ വീടിന്റെ സിറ്റ് ഔട്ട് ഇരിക്കുന്ന വല്യപ്പയുടെ വിചാരം ഞാൻ പണ്ട് ഷറഫിയല് ഒന്നുമില്ല. ഒക്കെ മകന്റെയാണ്. മരുമകള് അടുത്തുകൂടെ പോവും. എവിടെക്കാടി മൈൻഡ് ഇല്ല. അള്ളാഹു അത്തരം അവസ്ഥ തരാതിരിക്കട്ടെ. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക. സിരകളിൽ വരിഞ്ഞൊഴുകുന്ന ഞരമ്പുകളിൽ വൈനുകളിൽ വഴിഞ്ഞൊഴുകുന്ന രക്തം ത്രസിക്കുന്ന ഈ കാലത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു നിമിഷമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ആഖിറത്തിൽ നമുക്ക് കാരണമായി, ഫലമായി, വെളിച്ചമായി, നന്മയായി അവശേഷിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. വലദതുക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലക യദ്റകൂന സുറൂറാ. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഗർഭയറകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബന്ധുമിത്രാദികൾ ചുറ്റും കൂടി നിൽക്കുന്നവർ നിന്ന് ചിരിക്കാറാണ് പതിവ്. APJ അബ്ദുൽ കലാമിനോട് ചോദിച്ചില്ലയോ, എന്താണ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ബർത്ത്ഡേ? എന്താണ് ജന്മദിനം എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമാനായ അതിനിപുണനായ അദ്ദേഹം പറഞ്ഞത്, എന്റെ ഉമ്മ, അല്ലെങ്കിൽ ഒരു ഉമ്മ തന്റെ കുട്ടി കരയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ചിരിക്കുന്ന ദിവസമാണ് ബർത്ത്ഡേ എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരിയാണോ?
മനസ്സിലായ പറഞ്ഞത്? ശരിയാണോ? ആണ്. അന്ന് കരയുമ്പോ ഉമ്മയൊക്കെ ചിരിക്കും, ഉമ്മയുടെ വയറൊക്കെ ചിലപ്പോൾ പൊളിച്ചിട്ടുണ്ടാവും. അല്ല സർജറി ഇന്നാലും കുട്ടി കരയുമ്പോ ആ എന്റെ മാണിക കല്ല് ചിരിക്കും. വലദതുക ഉമ്മുക ഇബ്ന ആദമ ബക്കിയ വന്നാസു ഹൗലക യബ്റഖൂന സൂറാ. എന്നാൽ ഇനി വേറൊരു ദിവസം വരാനുണ്ട്. കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ ഈ ജിദ്ദയിലെ തന്നെ ഏതോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ മതിലകൻ എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലെ അവിടുത്തെ ഒരു സഹോദരന്റെ മയ്യത്ത് കാണാൻ പോയി ഹബീബിങ്ങളെ. വിജനമായ മോർച്ചറിയുടെ ഉള്ളിലൊന്ന് അവസാനമായി എംബാം ചെയ്യുന്നതിന്റെ മുമ്പ് കാണാൻ വേണ്ടി പോയപ്പോ ടേബിളിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ജിദ്ദ നഗരത്തിന്റെ ഏതോ മൂലയിൽ ജോലി ചെയ്ത ഒരു സഹോദരൻ. 1 മാസമായിട്ടേ ഉള്ളൂ അയാൾ ജിദ്ദയിൽ വന്നിട്ട്. 1 മാസം. 5 വയസ്സുള്ള കുട്ടിയുണ്ട്, 7 വയസ്സുള്ള വേറെ ഒരു കുട്ടിയുണ്ട്, വളരെ പ്രായം കുറഞ്ഞ ഒരു ഭാര്യയും ആ സഹോദരനുണ്ടെന്ന് ജ്യേഷ്ഠൻ അവിടെ കണ്ണുനീരോടെ പറയുകയാ. 4ഓ 5ഓ ആളുകൾ മാത്രമാണ്. തണുത്ത് കിടക്കുകയാണ്. ഒരു ജഡമിങ്ങനെ പുതച്ചു മൂടി പുതച്ചു കിടക്കുകയാണ്. എംബാം ചെയ്ത് ഇന്ന് രാത്രി ഈ മയ്യത്ത് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ച വീട്ടിലെ അവസ്ഥ എന്താ? അപ്പൊ പറഞ്ഞു ഭാര്യ അറിഞ്ഞിട്ടില്ല. എന്തായിരിക്കും ഹബീബിങ്ങളെ അന്നാ മയ്യത്ത് ആ വീട്ടിലെത്തുമ്പോ ഉണ്ടായ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഒരു ദിവസം കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് പുഞ്ചിരിയോടെ മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശംസുലോലമായി മരിച്ചുപോയത് അങ്ങനെയല്ലേ? നിങ്ങൾ ഒരുപാട് തവണ ഇതേ വേദിയിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. സുബഹിയുടെ അവസാനത്തെ ബാങ്കിന്റെ നാദത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചുപോയി. ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ജമിയത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം കോഴിക്കോട്ടെ പുതിയങ്ങാടി കടപ്പുറത്ത് ഒരു ഭാഗത്ത് അറബിക്കടൽ തിരമാലകൾ തീർക്കുമ്പോ മനുഷ്യ മഹാസാഗരം നിറഞ്ഞു നിൽക്കുന്ന ജമിയത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളന വേദി കണ്ണു നിറഞ്ഞ് ഒരു മനുഷ്യനതിങ്ങനെ സാമൂഹം നോക്കി നിന്നില്ലേ? അതെ, മുല്ലപ്പൂവിന്റെ സുഗന്ധമേ, പനിനീരിന്റെ നൈർമല്യമേ, വിശുദ്ധിയുടെ പ്രതിരൂപമേ മൗലാന കെട്ടി മനൂസ്താദ്. ആ സമ്മേളന വേദിയിൽ നിന്ന് പിടയ്ക്കുന്ന നെഞ്ചുവേദന കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ വേദിയുടെ താഴെ നിന്ന് കൈയൊന്ന് പിടിക്കാൻ ശ്രമിച്ചു. താഴോട്ടിറങ്ങുമ്പോ പിന്നിൽ പിണങ്ങോടെ അബൂബക്കറുണ്ട്. ഇറങ്ങി വരുമ്പോ കൈ പിടിച്ച ഓർമ്മ, ആ കൈയിന്റെ മാർദ്ദവത്തിന്റെ ഓർമ്മ, ആ കൈയിന്റെ തണുത്തു തുടങ്ങിയ ഓർമ്മ, ഇത് പറയുമ്പോഴും എന്റെ മനസ്സിലുണ്ട്. പോയില്ലേ ആംബുലൻസ്? ആ വാഹനത്തിൽ കിടന്നിട്ട് മൗലാന കെട്ടി ഉസ്താദ് പല്ലുവായിൽ നിന്നെടുത്ത് അമ്പലക്കടവ് പൈസക്ക് കൊടുക്കുമ്പോ ഉസ്താദിന് തിരിച്ചു കൊടുക്കുമ്പോ എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രൂഫായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വർത്തമാനകാലത്തെ ദീനിനെ പ്രതിനിധാനം ചെയ്യുന്ന മഹാപ്രസ്ഥാനം, അതിനുവേണ്ടി പ്രവർത്തിച്ച ക്വാളിറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരണപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ വിഖായക്ക് വേണ്ടി മിനയുടെ തിരക്കുകളിലേക്ക് നിയ്യത്ത് ചെയ്ത് ഇറങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 4-5 ദിവസത്തെ നിങ്ങളുടെ ശമ്പളം ഒരുപക്ഷെ നഷ്ടമായേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് എനിക്കോ നിങ്ങൾക്കോ ഇബാദത്ത് വളരെ കുറവല്ലേ ഹബീബീങ്ങളെ? ഈമാൻ വളരെ കുറവല്ലേ ഹബീബീങ്ങളെ? പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാരെയാണ്, മുത്തുനബിയെ പ്രണയിച്ച മഹാന്മാരെയാണ്. നാളെ മഹിസറ വൻസഭയിൽ ജനകോടികൾ തിരമാല തീർക്കുന്ന തിരക്കിന്റെ ഉള്ളിൽ അവരോടുകൂടെ ചേർന്ന് നിന്നിട്ട് നമുക്ക് പറയാം അല്ലാഹ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായ ഖായിദുൽ ഖൗം മഹാനായ ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പിടിച്ച പതാകയുടെ പിറകിൽ നിന്നിട്ട് റബ്ബേ
ഇത്തിരി ഒരു ചെറിയ സംഭാവന ഞങ്ങളും ചെയ്തു റബ്ബേ. മിനയുടെ തിരക്കിൽ ഞങ്ങളൊന്ന് അലഞ്ഞു നടന്നിട്ടുണ്ട് റബ്ബേ. അറഫാ മൈതാനിയിൽ ഞങ്ങളൊന്ന് നടന്നിട്ടുണ്ട് റബ്ബേ എന്നൊന്ന് പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മദീനത്തെ പള്ളിയിൽ ഒരു സഹാബി ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്. ത്വഹ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ കരയുന്നത്, എന്തിനാ? അദ്ദേഹം മിണ്ടുന്നില്ല, വിങ്ങി വിങ്ങി കരയുകയാണ്. വീണ്ടും പുണ്യ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി, എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, അങ്ങയുടെ മുഖം കാണാൻ എന്തോ ഒരു ചന്തമാ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാ, എന്റെ പ്രയാസങ്ങൾ മുഴുവൻ ഉരുകിപ്പോകുന്നു ഹബീബേ. പക്ഷെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ, ഞാൻ എന്റെ ജോലിയിലേക്ക് കടന്നാൽ, മദീന ബസാറിലൂടെ നടന്നു പോയാൽ എനിക്ക് സങ്കടം വരുന്നു നബിയെ, അങ്ങയെ കാണാൻ കൽബ് പൊട്ടുന്നു നബിയെ, പള്ളിയിലേക്ക് ഓടി വരാൻ തോന്നുന്നു നബിയെ, എപ്പോഴും എപ്പോഴും കണ്ടിരിക്കാൻ തോന്നുന്നു നബിയെ. ഫമാ അസ്ബിർ ഹത്താ ആതി ഫഅൻദുർ ഇലൈക യാ റസൂലല്ലാഹ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല നബിയെ, അങ്ങയുടെ അരികിലെത്തിയിട്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നത് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല നബിയെ. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന സഹാബി പറയുകയാണ്. മാലി അറാക മഹ്സൂനാ, നിന്റെ മുഖത്ത് ഞാൻ ഒരു സങ്കടം കാണുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മറുപടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്നെ എപ്പോഴും കാണാൻ തോന്നുകയാണ്, ഈ കാണാനല്ലോ, പിന്നെന്തിനാ കരയുന്നത്? പറഞ്ഞു, നബിയെ, അതല്ല, മദീനയിൽ അങ്ങയെ കാണാൻ എനിക്ക് തോന്നിയാൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ദക്കർതു മൗതി വമൗതക യാ റസൂലല്ലാഹ്, എന്റെ മരണം ഞാൻ ഓർത്തു നബിയെ, അങ്ങയുടെ വഫാത്ത് ഞാൻ ഓർത്തു നബിയെ. അതിനിപ്പോ എന്താ, രണ്ടാളും മരിച്ചുപോയി, അതിനെന്തിനാ കരയണത്? നബിയെ, ഞാൻ ഒരുപക്ഷെ സ്വർഗത്തിൽ പോയേക്കാം, നിങ്ങളെ പിൻപറ്റിയതിന്റെ പേരിൽ, അമല് ചെയ്തതിന്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ പോയേക്കാം നബിയെ. പക്ഷേ സ്വർഗത്തിൽ പോയാലും അങ്ങ് വഫീ റഫീഖിൽ അലാ വഫീ മഖാമിൽ ഉലാ, അങ്ങ് ഉന്നതമായ സ്വർഗത്തിലല്ലേ നബിയെ, ഫിർദൗസ് എന്ന സ്വർഗത്തിലല്ലേ നബിയെ, ഞാനൊക്കെ താഴെ തട്ടിലല്ലേ നബിയെ. സമയമായിട്ടല്ലേ? അഭിസൈനെ നോക്കുന്നുണ്ട്. നിങ്ങക്ക് ബുദ്ധിമുട്ടായ ഇത് പറഞ്ഞു നിർത്തല്ലേ? ഇത് പറയാം, അല്ലെങ്കിൽ സുബി വരെയാണ് പറഞ്ഞാലോ? പണിയുണ്ടല്ലേ? ഇവിടെ ആംബുലൻസ് ഒക്കെ അടുത്ത് കിട്ടില്ലേ? അദ്ദേഹം പറയാണ്, നബിയെ, അങ്ങ് സ്വർഗത്തിൽ പോയാലും നിങ്ങൾ വലിയ നിലയിലായിരിക്കും, നമ്മളൊക്കെ താഴാട്ടിലായിരിക്കില്ലേ? നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി, പുണ്യ നബിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അയാള് ഭയങ്കര കരച്ചില്, എനിക്ക് സ്വർഗത്തിലും അങ്ങയെ കാണണം നബിയെ, അരികിലിരുന്ന് കാണണം നബിയെ. നമ്മളെന്താ കരുതിയത്, സ്വർഗത്ത് പോയാൽ ഒക്കെ കണക്കാണ്, എല്ലാരും കാണാന്നില്ലട്ടാ. സ്വർഗം എന്ന് പറഞ്ഞാൽ ജിദ്ദ ഷർഫിയമായിട്ടുള്ള സ്ഥലമല്ല, ആകാശഭൂമികളുടെ വലിപ്പുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു. നമ്മള് കോഴിക്കോടിലെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തൃശ്ശൂരിലെ കണ്ടിട്ടുണ്ടോ? എന്തിനാ നമ്മുടെ പഞ്ചായത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്താ ഉണ്ടാത്ത്? ഈ ഷർഫിയങ്ങൾ കണ്ടിട്ടുണ്ടോ മുഴുവൻ? അല്ല, സത്യം പറ, കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഭൂമി മാത്രല്ല, ആകാശം എന്ന് പറഞ്ഞ ഈ കാണുന്നതല്ലല്ലോ, സപ്താകാശങ്ങൾക്കപ്പുറം ഒരു മഹാപ്രപഞ്ചമുണ്ടല്ലോ. ഈ ഭൂഗോളം വേറെ ഒരു ഗാലക്സിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ ജിദ്ദ കടലിൽ ഒരു തീപ്പെട്ടി വെച്ചതുപോലെയാണ്. ആ ഗോളം വേറൊരു ഗാലക്സിയിൽ വെച്ചാൽ അപ്പോഴും ഒരു തീപ്പെട്ടി വെച്ച പോലെ. അങ്ങനെ നമ്മുടെ സങ്കല്പങ്ങൾക്കും വിഭാവനകൾക്കും അതീതമായ ഒരു മഹാപ്രപഞ്ചം, അതാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്കിൽ അള്ളാന്റെ റസൂൽ സൗദി അറേബ്യയിലാന്ന് കരുതിക്കൊള്ളൂ, അല്ല അങ്ങനെ സങ്കല്പിക്കൂ. നമ്മള് കേരളത്തിലാന്ന് കരുതിക്കൊള്ളൂ, എത്ര ദൂരത്തായിരിക്കും നമ്മൾ കാണാൻ പറ്റുമോ? അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗത്ത് പോയാൽ എല്ലാവരും ഒപ്പാവൂല, നന്മ ചെയ്തവർക്ക് കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഒരു അണുമണി തൂക്കം കിട്ടിയവരൊക്കെ എങ്ങനെ തട്ടിമറിഞ്ഞ് സ്വർഗത്ത് പോയവരുണ്ടാകുമല്ലോ.
അതാണ് ആ സഹാബിവര്യൻ പറഞ്ഞത്. അപ്പോൾ പുണ്യനബിക്ക് വാക്കില്ല. ആരംഭ പ്രവാചകരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. തന്നെ സ്നേഹിച്ച ആൾക്ക് മറുപടി നൽകാനാകാതെ പരിശുദ്ധ റസൂൽ വിങ്ങാൻ തുടങ്ങിയപ്പോ വായ പൊത്തിപ്പിടിച്ച സഹാബിവര്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. മദീന ബസാറിലൂടെ പൊട്ടിക്കരയുകയാണ്. മുത്തുനബിയുടെ മുന്നിലിരുന്ന് ഉറക്കെ കരയാൻ കഴിയാത്തത് കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് മദീന ബസാറിൽ പൊട്ടിക്കരയുകയാണ്. ഉടനതാ ആകാശലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങളെ സ്നേഹിച്ച ആളെ തിരിച്ചു വിളിക്ക് നബിയേ, കരയണ്ടെന്ന് പറയൂ നബിയേ. എന്നിട്ട് ഓതിക്കൊടുത്തു, എന്ന് തുടങ്ങുന്ന ആയത്തോതി കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയെ പിൻപറ്റിയവർ, അള്ളാഹുവിനെ പിൻപറ്റിയവർ, അവർ ആരുടെ കൂടെയാണെന്നറിയുമോ? അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്, അവർ സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ആരെ സ്നേഹിച്ചോ അവരോട് കൂടെയാണെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നബിയെ സ്നേഹിച്ച നബിയുടെ കൂടെ ഉണ്ടാവും. നമ്മൾ സ്നേഹിക്കുന്നത് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാരഥന്മാരായ നമ്മുടെ ആളുകളെ, നമ്മുടെ അടുത്ത് കുറെ തെറ്റും കുറ്റങ്ങളും അമല് കുറവൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നിസ്സാരക്കാരല്ല. അവരോടുകൂടെ നമുക്ക് നാളെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ടെങ്കിലും ഇവിടെ സമയപരിധി പാലിക്കേണ്ടത് കൊണ്ട് സംഘാടകർക്ക് ഇപ്പൊ എങ്ങനെ നിർത്താൻ പറയാന്നുള്ളൊരു വിഷമം കൊണ്ട് ഉണ്ടാവും. എന്നാലും ചിരിച്ചു പേശു, ചിന്തിച്ചു പേശു, സമയമറിന്തു പേശു, പേശാതിരുന്നാലും പേശു എന്നൊരു വാക്കുണ്ട്. പ്രസംഗിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, സമയമൊക്കെ പാലിക്കണം എന്നാണ്. അത് ചന്തമിഴ് കവിതയാണ്. മാഷാ അല്ലാഹ്. ജിദ്ദയുടെ ഈ തിരക്ക് പിടിച്ച പ്രവാസ ലോകത്ത് ഇങ്ങനെ കൂടിയിരിക്കാനും ചേർന്നിരിക്കാനും ചില നിമിഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ലഭിച്ചത് മഹാസൗഭാഗ്യമായി കരുതുന്നു. സത്യത്തിൽ ഇങ്ങോട്ട് ഹജ്ജിന്റെ കാലത്തൊന്നും ജിദ്ദയിലേക്ക് വരാറില്ല. ഈ വാക്കവി ഉസ്താദ് ഒരു മികച്ച സംഘാടകനാന്ന് എനിക്ക് മനസ്സിലായി. നമുക്കൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നിട്ട് നമ്പർ ഒന്നും തരുമോ എന്ന് ചോദിച്ചപ്പോ എന്തോ ഒരാവശ്യത്തിന് നമ്പർ കട്ടകാലത്തിന് കൊടുത്തു. അങ്ങനെ പിന്നെ ഫോൺ വിളിച്ചിട്ട് പരിപാടി പറഞ്ഞു. നമ്മൾ ഹജ്ജ് എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി വരുമ്പോൾ തെറ്റായിട്ടല്ല, പക്ഷെ അത്തരം പ്രോഗ്രാംസുകൾക്കൊന്നും പോവാറില്ല. ഒന്നാമത്തെ അവിടെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. പക്ഷെ ഇത് വിക്കായയുടെ പരിപാടിയാണ് എന്നതുകൊണ്ടും അദ്ദേഹം എന്നെ കുടുക്കിയത് കൊണ്ടും ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ ഈ സന്തോഷം കേരളത്തിലെത്തുമ്പോൾ നമ്മുടെ സംഘാടകരിലും നമ്മുടെ നേതൃത്വത്തിലും നമ്മുടെ വേദികളിലുമൊക്കെ വളരെ സന്തോഷത്തോടെ പറയും. നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾ ചരിത്രത്തിന്റെ സാക്ഷികളാവാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്. അവിടെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ റിസാല, മംഗളം, മനോരമ എന്നങ്ങനെ കാണും. അല്ല, എന്തിനു ചിരിക്കണത് പറഞ്ഞു, പുസ്തകത്തിന്റെ പേര് പറഞ്ഞതാ. അങ്ങനെ ഈ പച്ചയും കളറൊക്കെ കാണുമ്പോ കുറെ കൊല്ലായി നമുക്ക് തോന്നി, പടച്ചോനെ ഒരു SKSSF ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വല്ലാതെ കൊതിച്ചു പോയിട്ട്. അത് നമ്മുടെ പ്രസ്ഥാനത്തോട് നമുക്കൊക്കെ ഉള്ള ഒരു വല്ലാത്തതല്ലേ. അപ്പോ നിങ്ങൾ ചരിത്രത്തിന്റെ സാക്ഷികളാണ്. ഇത് നൂറ്റാണ്ടുകളിലേക്ക് നടന്നു കയറും. നമ്മളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ മരിക്കും. മുമ്പ് നിങ്ങള് ഒരു 100 കൊല്ലം കഴിഞ്ഞ ഈ സദസ്സിലുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല. ഈ വാക്കവിസ്താവൊന്നും അടുത്തൊരു യോഗത്തിന് അധ്യക്ഷത വഹിക്കില്ല. അല്ല, 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവോ? 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവോ? എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവോ? ഇതിൽ ആരും ഉണ്ടാകില്ല. പക്ഷെ അപ്പോഴും ആരുണ്ടാവും? SKSSF ഉണ്ടാവും. അന്നും ഇതുപോലെ കോട്ടൊക്കെ ഇട്ടിട്ട് മക്കൾ അവിടെ ഉണ്ടാവും. കാരണം ഈ പ്രസ്ഥാനം ഇങ്ങനെ തലമുറകളിലേക്ക് പടർന്നു കയറും. ഹബീബിങ്ങളെ ഞാൻ ചിരിക്കാൻ വേണ്ടി പറയില്ല. ഈ നൂറ്റാണ്ടിൽ നിങ്ങളാണ് അതിന്റെ ആദ്യ കാരണക്കാർ. അങ്ങനെ ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു മഹാനന്മയുടെ ആദ്യ സഹകാരികൾ നിങ്ങളാണ്. മിനയുടെ താഴ്വരയിൽ ചരിത്രത്തിൽ ആദ്യമായി SKSSF എന്ന പേരിൽ അല്ലെങ്കിൽ വിക്കായ് എന്ന പേരിൽ ആദ്യ തുടക്കക്കാർ നിങ്ങളാണ്. ആരൊക്കെയാണ് അതിന് പണിയെടുത്തത്? JICയുടെ പ്രവർത്തകന്മാർ, അതിനുവേണ്ടി ഇങ്ങനെ ത്യാഗം സഹിക്കുന്നവർ. നിങ്ങൾ ചരിത്രത്തിന്റെ വിധാതാക്കളാണ്. ഇനിയും നൂറ്റാണ്ടുകൾ കടന്നുപോകും. ഗ്രീഷ്മവും ഹേമന്തവും വസന്തവും ഭൂമിയെ പ്രണയിക്കാൻ വീണ്ടും വന്നുപോകും. മഞ്ഞും മഴയും വെയിലുമൊക്കെ വന്നു പോകുമ്പോഴും ചരിത്രത്തിൽ എവിടെയോ രേഖപ്പെടുത്തും,
2015 ഹജ്ജിൽ ആദ്യമായിട്ട് SKSFന്റെ വിഖായ ഇറങ്ങി. ആ ഒരു അഭിമാന ബോധത്തോടെ ഇറങ്ങിക്കോളൂ. ഈ ഭൂമിയുടെ നാശം സംഭവിക്കുന്ന കാലത്തും അതിന്റെ തൊട്ടു മുമ്പത്തെ കൊല്ലത്ത് ഹജ്ജ് ചെയ്യുമ്പോൾ സഹായിക്കാൻ അന്നത്തെ തലമുറയിലെ വർത്തമാനകാലത്തെ SKSFകാര് വരുമ്പോൾ അതിന്റെയൊക്കെയും ഒരു പങ്ക്, ഒരു ഷെയർ നമ്മുടെ ഖബറിലേക്ക് അള്ളാഹു തരും. അപ്പോൾ എനിക്കും കിട്ടും. ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ചില വചനങ്ങളെങ്കിലും പറഞ്ഞല്ലോ. ഈ വാക്കൽ ഉസ്താദിന് കിട്ടും, തങ്ങൾ ഉസ്താദിന് കിട്ടും, നമ്മുടെ വാഫി ഉസ്താദിന് കിട്ടും, ഇവിടെ പ്രസംഗിച്ച എല്ലാവർക്കും കിട്ടും, കേട്ടിരുന്ന എല്ലാവർക്കും, സഹകരിച്ച എല്ലാവർക്കും അതിന്റെ ഓരോ ഷെയർ, നമ്മളൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അത് ഉറപ്പാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.